ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് പെൽട്ടൺ വീലിൻ്റെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഒരു രണ്ട് പ്രോബ്ലം നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 3 ടർബൈൻ പഠിച്ചായിരുന്നു. പെൽട്ടൺ വീൽ പഠിച്ചായിരുന്നു, ഫ്രാൻസ് ടർബൈൻ പഠിച്ചായിരുന്നു, കപ്ലാൻ ടർബൈൻ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഓരോ പ്രോബ്ലം വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളും ആ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന, ഞാൻ അയച്ച ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് കിടക്കുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തിട്ട് ഡൗട്ടുള്ള സാധനം ചോദിക്കാം. അപ്പം എല്ലാ പ്രോബ്ലംസും അതിനകത്ത് കിടക്കുന്ന 10-20 പ്രോബ്ലംസ് ഉണ്ടാകും എല്ലാത്തിനും കൂടെ. അതെല്ലാം നമുക്ക് ക്ലാസ്സിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങളത് സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. എന്തായാലും ഡൗട്ട് വരും, എന്തായാലും തെറ്റും, അതൊന്നും പ്രശ്നമില്ല. ആ ഡൗട്ട് വരുന്ന പോർഷൻ ഏതാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു പെൽട്ടൺ വീലിൻ്റെ 2 പ്രോബ്ലം നമ്മൾ അഡീഷണലായിട്ട് ചെയ്യുകയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത്, എ പെൽട്ടൺ വീൽ ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. അപ്പം സ്പെസിഫിക്കേഷൻ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പെൽട്ടൺ വീൽ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത് 11,772 കിലോ വാട്ട് തന്നിട്ടുണ്ട്. ഹെഡ് 380 മീറ്റേഴ്സ്, ക്യാപിറ്റൽ എച്ച് 380 മീറ്റർ ഉണ്ട്. സ്പീഡ് 750 RPM. സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ എൻ ആണ്. എൻ 750 RPM ആണെന്ന് തന്നിട്ടുണ്ട്. ക്യാപിറ്റലോ സ്മോളിലോ എങ്ങനെയാണെന്ന് എഴുതാം. ഓവറോൾ എഫിഷ്യൻസി 86%. തീറ്റ 0 ഈക്വൽ ടു 86% തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 0.86 എന്നും വിളിക്കാം. jet diameter is not to exceed, ഇവിടെ പറയുന്നത് jet diameter is not to exceed 1/6 of the wheel diameter. ഓക്കെ, അപ്പോൾ നമ്മൾ ജെറ്റ് ഡയമീറ്ററിനെ സ്മോൾ ഡി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതിനകത്ത് സ്മോൾ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്റർ ഓഫ് ജെറ്റ് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് വീലാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം എടുത്ത് നോക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ജെറ്റ് ഡയമീറ്റർ ഇസ് നോട്ട് ടു എക്സീഡ് 1/6 ഓഫ് ദ വീൽ ഡയമീറ്റർ. ജെറ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്, സ്മോൾ ഡി എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ്, അപ്പോൾ മാക്സിമം അതുവരെ ആവാം, ഈക്വൽ ടു 1/6 വരെ ആവാം, ഈക്വൽ ടു 1/6 ഓഫ് വീൽ ഡയമീറ്റർ. വീൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി എന്ന് വിളിച്ചു. അല്ലെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ഈക്വൽ ടു 1/6 എന്ന് എഴുതാം. ഈ സാധനമാണ് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആണ് നമ്മൾ എം എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. ജെറ്റ് റേഷ്യോ എന്ന് പറയുന്ന സാധനം അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെമ്പറലി നമുക്കിവിടെ എം എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാം. വേറെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ വരുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരും എന്നുള്ളത്. അതിനുശേഷം പറയുന്നുണ്ട് ഡിറ്റർമിൻ ദ വീൽ ഡയമീറ്റർ. വീൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. ദ നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡ്, ജെറ്റിന്റെ എണ്ണമാണ്. നമ്മൾ സ്മോൾ എൻ കൊണ്ടാണ് നമ്മൾ നേരത്തെ ഡിനോട്ട് ചെയ്തിരുന്നത്. ഡിനോട്ട് ചെയ്തിട്ടില്ലല്ലോ, ആക്ച്വലി നമുക്ക് സ്മോൾ എൻ കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രശ്നം മാറും. ഓക്കെ, സ്മോൾ എൻ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സ്മോൾ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് ഡയമീറ്ററിനെ നമുക്ക് സ്മോൾ ഡി എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 അഡീഷണൽ ഡേറ്റ തന്നിരിക്കുന്നത് KV1 ഈക്വൽ ടു 0.985 എന്നും KU1 ഈക്വൽ ടു 0.45 എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ KV1 KU1? K അവർ കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. V1 വെലോസിറ്റിയുമായി വരുന്ന കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ KV1 എന്നാണ് നിങ്ങൾ ക്വസ്റ്റിനകത്ത് കാണുന്നതെങ്കിൽ അത് സ്ട്രൈറ്റ് അവേ CV ആണ്, കോയിഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ്. ഓക്കെ, വെലോസിറ്റിയുടെ കോൺസ്റ്റന്റ് ആണ്. അപ്പം 0.985 ആയിരിക്കും CV കിട്ടുന്നത്. ഈ KU എന്ന് പറയുന്ന സാധനമുണ്ട്. KU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് KU എന്ന് കാണുകയാണെങ്കിൽ ഇതാണ് കഥ. ഈ സ്പീഡ് റേഷ്യോ എഴുതിയിട്ടിരിക്കുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് KU. അപ്പം 5 ആണ് നമ്മൾ KU എന്ന് പറഞ്ഞ് KU1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 5 ഈക്വൽ ടു എത്ര? 0.45 നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ഗീവൻ ഡേറ്റ എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഗോതയിലോട്ട് ഇറങ്ങാം. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത് ആ ഓരോ സാധനമായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം.
ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ വീൽ ഡയമീറ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ വീൽ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് B1 U1 ഒക്കെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം, നമുക്ക് ആവശ്യം വരും അവസാനങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV × √2GH, CV × √2GH. CV-യുടെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്, √2GH എല്ലാ വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം V1 ആയിട്ട് സ്ട്രൈറ്റ് ആയി കണ്ടുപിടിക്കാം. ഇനി U1 കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ പോയിന്റ്സ് ടു റെമ്പറിനകത്ത് നോക്കിക്കേ, ഫൈ എന്ന് പറയുന്ന സ്പീഡ് റേഷ്യോ ആണെന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ U = 5 × √2GH എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 5 × √2GH എടുത്തു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അവേ U കിട്ടും. ഇനി നമ്മുടെ പെൽട്ടൺ വീൽ ആയി കഴിയുമ്പോൾ U1 = U2 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൽട്ടൺ വീലിനകത്ത് U1 = U2 ആണ്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ U1 = U2 = U1 നമുക്ക് എഴുതാം, = 5 × √2GH. ഓക്കെ, ഫൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഫൈയുടെ വാല്യൂ, × √2GH എല്ലാ വാല്യൂ ഉണ്ട്. അപ്പം യുവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഡയമീറ്ററിന്റെ കഥയിലോട്ട് പോകാം. ഡയമീറ്ററിന്റെ കഥയിലോട്ട് പോകാനായിട്ട് നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത്, യുവിന് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ അറിയാം. U = 5dN/60 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനകത്ത് നമുക്ക് U ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, 5 നമുക്കറിയാം, 60 നമുക്കറിയാം, N നമുക്ക് തന്നിട്ടുണ്ട്, D മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. D = U × 60/5 × N എന്ന് നമുക്ക് എഴുതാം. ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അതെല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഇത് കണ്ടുപിടിച്ചു, ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്പർ ഓഫ് ജെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് നമ്മുടെ സ്മോൾ ഡി കണ്ടുപിടിക്കാം. സ്മോൾ ഡി കണ്ടുപിടിക്കാനായിട്ട്, കാരണം നമുക്ക് ഈ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു റേഷ്യോ എഴുതി വെച്ചിട്ടുണ്ട്, D/D = 6 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, 1/6 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. D/D = 1/6 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് സ്മോൾ d = D/6 എന്ന് എഴുതാം. ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ നമുക്ക് തൊട്ട് മുകളിൽ നിന്ന് കിട്ടും, അത് അതേ ബൈ 6 ചെയ്ത് കഴിയുമ്പോൾ സ്മോൾ ഡിയുടെ വാല്യൂ കിട്ടും. നിസ്സാരമായിട്ട് അത്രയും സാധനം ചെയ്തു, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ മീൻസ് അത് പറയുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ഡിസ്ചാർജ്, മൊത്തത്തിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് എത്രയാണോ അതേ ബൈ ഒരു ജെറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസ്ചാർജ്, അതാണ് അത്രയും ജെറ്റ്സ് ആയിരിക്കും നമുക്ക് ആവശ്യം. ടോട്ടൽ ഡിസ്ചാർജ് ബൈ ഡിസ്ചാർജ് ഫ്രം വൺ ജെറ്റ്. ഇതാണ് എത്ര ജെറ്റ് വേണം എന്ന് തീരുമാനിക്കുന്നത്. മൊത്തത്തിൽ എന്തുമാത്രം ഡിസ്ചാർജ് ഉണ്ടായി അതേ ഡിവൈഡ് ബൈ ഒരു ജെറ്റിൽ നിന്ന് എത്ര വന്നു, അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് എത്ര കപ്പ് വെള്ളം കൊള്ളും എന്ന് കണ്ടുപിടിക്കാനായിട്ട് ബക്കറ്റിൽ മൊത്തം എത്ര വെള്ളമുണ്ട് എന്ന് ഞാൻ എടുത്ത് നോക്കുന്നു. ഇനി ഒരു കപ്പിൽ എത്ര വെള്ളം കൊള്ളും എന്ന് നോക്കുന്നു. അതുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ബക്കറ്റിൽ മൊത്തം 10 ലിറ്റർ വെള്ളം കൊള്ളും. ഒരു കപ്പിൽ, ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുകയാണെങ്കിൽ, ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പാണെന്ന് വിചാരിക്കുക. ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പ്രാവശ്യം എത്ര കപ്പ് എടുക്കേണ്ടി വരും? ടോട്ടൽ വോളിയം ഇൻ ദ ബക്കറ്റ് ബൈ വോളിയം ഇൻ വൺ ബക്കറ്റ്, വൺ കപ്പ്. ഓക്കെ, അപ്പം അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എത്ര പ്രാവശ്യം കപ്പ് ഒരു കോഴി ഒഴിക്കണം എന്ന് അറിയാൻ പറ്റും. സെയിം അത് തന്നെയാണ് നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡിന്റെ ഇങ്ങനെ വരുന്നത്. ടോട്ടൽ ഡിസ്ചാർജ് എത്രയാണോ അതേ ബൈ ഒരു ജെറ്റിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് ഒരു ജെറ്റിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജെറ്റിന്റെ ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, Q = അതായത് ജെറ്റിന്റെ ഡയമീറ്റർ സ്മോൾ ഡി നമുക്കുണ്ട്.
ഡിസ്ചാർജ് ഫ്രം വൺ ജെറ്റ് കണ്ടുപിടിക്കാൻ വൺ ജെറ്റിനെ ഞാൻ സ്മോൾ ക്യൂ എന്ന് വിളിച്ചു. ക്യൂ ഇസിക്കൽ ടു എ ഇൻറ്റു വി ആണ്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എ ഇൻറ്റു വി വൺ ആണ്. എ എന്ന് പറയുന്നത് എ എനിക്ക് മാറ്റി 5/4 ഡി സ്ക്വയർ എന്ന് എഴുതാം. സ്മോൾ ഡി സ്ക്വയർ, സ്മോൾ ഡി നമ്മളിത് ഇവിടെ കണ്ടുപിടിക്കും. ഇൻറ്റു വി വൺ എന്ന് എഴുതാം. വി വൺ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ക്യൂവിനൊരു വാല്യൂ കിട്ടിയേ, സ്മോൾ ക്യൂവിനൊരു വാല്യൂ കിട്ടി. ഇനി അതിനെക്കുറിച്ച് ബേജാറാവുന്ന അടുത്ത് ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്ചാർജിനെ നമുക്ക് ക്യാപിറ്റൽ ക്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ ക്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് നമുക്കിനി ഈ ഓവറോൾ എഫിഷ്യൻസിയെ കൂട്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. ഓവറോൾ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കുണ്ട്. അല്ലെങ്കിൽ ഷാഫ്റ്റ് പവറിന് നമുക്ക് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1 ഇതിൽ നിന്ന് ഓവറോൾ എഫിഷ്യൻസിയുടെ വാല്യൂ 0.86 ആണ്. 0.86 ഈക്വൽ ടു ഷാഫ്റ്റ് പവറിന്റെ വാല്യൂ 11772 ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ വാട്ടർ പവർ. വാട്ടർ പവറിനെ നമുക്ക് റോ ക്യൂ ജി എച്ച് ബൈ 1000 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇക്വേഷനൊക്കെ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. ഇതിൽ റോ അറിയാം, ജി അറിയാം, എച്ച് അറിയാം, ക്യൂ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്യൂവിനെ തന്നെയാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. സോ ഇതിൽ നമുക്ക് സ്ട്രൈറ്റ് അവേ ക്യൂവിന് റിലേഷൻ എഴുതാം. ക്യൂ ഈക്വൽ ടു, അത് ക്യൂവിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ 1000 ഒക്കെ മുകളിൽ പോയി. അപ്പോൾ 11772 ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ ഈ 0.86 സെക്കൻഡ് താഴെ വന്നു. റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഇൻറ്റു 0.86. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ക്യൂവിനൊരു വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ജെറ്റ്സ് സ്മോൾ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ബൈ സ്മോൾ ക്യൂ. ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടുന്നു, സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടുന്നു. എല്ലാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ജെറ്റ്സിൻ്റെ കഥയും കിട്ടും. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 7 ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ ആൻസേഴ്സും കണ്ടുപിടിച്ചായിരുന്നു. ഒന്നാമത്തെ ആൻസർ ഇതാണ്. ഇത് മൂന്നാമത്തെ ആൻസർ ആണ്. ലാസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ 1 2 3 എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതുണ്ട്, പ്രോബ്ലം ഉണ്ട്, ഒന്ന് ക്രോസ് റെഫർ ചെയ്യുക. ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഈക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ടെക്സ്റ്റിനകത്തുള്ള ആൻസറുമായിട്ട് ക്രോസ് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നമ്മളിപ്പം പഠിച്ച ക്വസ്റ്റിനകത്ത് എ പെൽട്ടൺ വീൽ ഈസ് ടു ബി ഡിസൈൻഡ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ വെറുതെ എന്ന് പറയും, ഡിസൈൻ എ പെൽട്ടൺ വീൽ എന്നങ്ങ് പറയും. ഓക്കെ, വേറെ ഇത് പെൽട്ടൺ വീൽ ഈസ് ടു ബി ഡിസൈൻഡ് എന്നൊക്കെ പറഞ്ഞ ശേഷം താഴെ നമുക്ക് ഡിറ്റർമിൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 സാധനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ 3 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ചില സമയത്ത് അങ്ങനെയല്ല, ചുമ്മാ അങ്ങ് ഡിസൈൻ എ പെൽട്ടൺ വീൽ എന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസൈനെ പെൽട്ടൺ വീൽ എന്നാണ് ഡയറക്റ്റ്ലി ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇത്രയും സാധനങ്ങളാണ് കണ്ടുപിടിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഡയമീറ്റർ ഓഫ് ജെറ്റ് സ്മോൾ ഡി നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു. സ്മോൾ ഡി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് വീല് കണ്ടുപിടിച്ചായിരുന്നു. വിഡ്ത്ത് ഓഫ് ബക്കറ്റ്, പിന്നെ ഡെപ്ത് ഓഫ് ബക്കറ്റ്, ഇതിൻ്റെ എണ്ണം ജസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. 5 into d ചെയ്ത് കഴിഞ്ഞാൽ 5 into സ്മോൾ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബക്കറ്റിന്റെ വിഡ്ത്ത് കിട്ടും. 1.2 into സ്മോൾ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബക്കറ്റിന്റെ ഡെപ്ത് കിട്ടും. അത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ഇക്വേഷൻസ് ആണ്. 2 ഇക്വേഷനും കൊണ്ട് അതങ്ങ് പഠിച്ചാൽ മതി. ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒറ്റ പേരിലങ്ങ് പറയും, ബക്കറ്റ് സൈസ് എന്ന് പറയും. ഓക്കെ,
ബക്കറ്റ് സൈസ് എന്ന് പറയും, വിഡ്ത്തും ഡെപ്തും. ഇനി നമ്പർ ഓഫ് ബക്കറ്റ്സ് ഓൺ ദ വിൽ, നമ്പർ ഓഫ് ബക്കറ്റ്സിന് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. The number of buckets on a runner is given by the equation കിടക്കുന്നുണ്ടോ, z is equal to 15 plus capital D by small d എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, സ്മോൾ 2d z equal to 15 plus capital D by 2 times small d. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം, അതായത് സ്ട്രൈറ്റ് അവേ ഡിസൈൻ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറയുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ, എ പാറ്റേൺ വീൽ ഈസ് ടു ബി ഡിസൈൻ ഫോർ എ ഹെഡ് ഓഫ് 60 മീറ്റർ. അപ്പോൾ നമുക്ക് ഹെഡ് തന്നിട്ടുണ്ട്, ഹെഡ് 60 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വെൻ റണ്ണിങ് അറ്റ് 200 RPM, സ്പീഡ് n 200 RPM ആണെന്ന് തരുന്നുണ്ട്. The Pelton wheel develops 95.6475 kilowatt shaft power. അപ്പോൾ അത് മേക്ക് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 95.64 ഇതാണ്, അതായത് നമ്മുടെ ഷാഫ്റ്റ് പവർ ആണ്. ഷാഫ്റ്റ് പവർ ഇസ് ഈക്വൽ ടു 95.6475 kilowatt shaft power മേക്ക് ചെയ്യുന്നു. The velocity of the bucket is 0.45 times the velocity of the jet. Okay, so velocity of bucket എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u equal to 0.4 times the velocity of jet. Velocity of jet എന്ന് പറയുന്നത് നമ്മുടെ v1. Overall efficiency equal to 0.85. Overall efficiency equal to 0.85. Overall efficiency നമ്മൾ ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഡിസ്ചാർജ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഡൈനാമിക് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സ്ട്രൈറ്റ് അവേ ഓവറോൾ എഫിഷ്യൻസി വരുന്നത്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.98. CV 0.98 എന്ന് പറഞ്ഞു. അപ്പം ഗീവൻ ഡേറ്റ എല്ലാമായി നമുക്ക് ക്വസ്റ്റിനകത്ത് ഡിറ്റർമൈൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ എത്ര പറഞ്ഞിട്ടുള്ളൂ, ഈ പെൽട്ടൺ വീൽ ഈസ് ടു ബി ഡിസൈൻ. അപ്പോൾ ഒരു പെൽട്ടൺ വീൽ ഡിസൈൻ ചെയ്യണം. നിങ്ങൾ മെക്കാനിക്കൽ പിള്ളേരാണ്, അപ്പോൾ നിങ്ങൾ അടുത്ത ഹയർ സെമിസ്റ്ററിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കും, DME, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്. അപ്പോൾ ഈ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന്റെ പ്രത്യേകത, അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് തന്നെ പോകാനായിട്ടുണ്ട്. ചുമ്മാ ഡിസൈൻ ചെയ്യുക, ഒരു ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുക, ഒരു കപ്ലിംഗ് ഡിസൈൻ ചെയ്യുക, അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിനെല്ലാം പ്രോപ്പർലി ഡിസൈൻ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പം ആ ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഡിസൈൻ ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഇഷ്ടമുള്ള വാല്യൂ ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ പറ്റും. നല്ല രസമുള്ള സബ്ജക്ട്സ് ആണ്. DME 1 ഉണ്ട്, DME 2 ഉണ്ട്, S7-ലും S8-ലുമാണെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കഥ പോകാം. ഇതിനകത്തുള്ള ഡിസൈനിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഒന്ന് ഡയമീറ്റർ ഓഫ് ജെറ്റ് കൊണ്ടിരിക്കും. അതിന് മുമ്പ് നമുക്ക് V1 ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. V1 is equal to CV into √2GH. ഓക്കെ, ഇതിൽ നമുക്ക് V1-ന്റെ വാല്യൂ കിട്ടും. H ഉണ്ട്, CV ഇതവിടെ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അടുത്ത് U1 കണ്ടുപിടിക്കാം. U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U, നമുക്കിവിടെ റിലേഷൻ തന്നിട്ടുണ്ട്, ഈക്വൽ ടു 0.45 V1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ V1-ന്റെ വാല്യൂ ഇവിടെ മുകളിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ U1-ന്റെ വാല്യൂയും കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡയമീറ്റർ ഓഫ് ജെറ്റും ഡയമീറ്റർ ഓഫ് വീലുമാണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റിന്റെ ഡയമീറ്റർ ഓഫ് വീൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ക്യാപിറ്റൽ D കണ്ടുപിടിക്കാൻ ഈ യുവിന്റെ ഇക്വേഷൻ തന്നെ എടുത്തു. സെയിം അതേ കഥ അതുപോലെ തന്നെ ചെയ്യുക. ഇവിടെയും നമ്മൾ U കൺസിഡർ ചെയ്യും. U is equal to 5dn/60. അതിനകത്ത് ക്യാപിറ്റൽ D എന്ന് പറയുന്നത് U into 60/5 into n എന്ന് എഴുതാം. ഇതിന് ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ കിട്ടും. ഇനി അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, D എന്ന് പറയുന്ന നമ്മൾ രണ്ടാമത്തെ ഡയമീറ്റർ ഓഫ് വീല് കണ്ടുപിടിച്ചു. ഡയമീറ്റർ ഓഫ് ജെറ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ തൊട്ട് മുമ്പുള്ള കണ്ടീഷൻ എടുത്ത് എന്താണ്, അപ്പോൾ അവിടെ നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു, D/D = 1/6 എന്ന് തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ റേഷ്യോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നൈസായിട്ട് ഒരു പരിപാടി ചെയ്യാം. നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി ഒന്ന് കടമെടുക്കാം. ഓവറോൾ എഫിഷ്യൻസി ഈറ്റോ ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ ആണ്. ഇനി ഇതിനകത്തുനിന്ന് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ബൈ റോ ജി ക്യൂ എസ് ബൈ 1000 എന്ന് എഴുതാം. അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ ഇതിന് ക്യൂ ഇസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ റോ ജി എച്ച് ഇൻറ്റു ഈറ്റ 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനവും നമുക്ക് കിട്ടും. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിനൊരു വാല്യൂ കിട്ടും. അടുത്ത് ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു V1 എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ക്യൂ ഉണ്ട്, V1 ഉണ്ട്. സോ എ ഈക്വൽ ടു V1 ബൈ ക്യാപിറ്റൽ ക്യൂ എന്ന് എഴുതാം. സോ ഏരിയ കിട്ടി. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/4 d² ആണ്. അല്ലെങ്കിൽ d² ഈക്വൽ ടു 4a/π എന്ന് എഴുതാം. ഓർ d ഈക്വൽ ടു റൂട്ട് ഓഫ് 4a/π എന്ന് എഴുതാം. ഇതിൽ നമുക്ക് സ്ട്രൈറ്റ് അവേ ഡിയുടെ വാല്യൂ കിട്ടും. അതായത് ഇവിടുത്തെ ആദ്യത്തെ ഡിയുടെ വാല്യൂ ഡയമീറ്റർ ഓഫ് ജെറ്റ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ബക്കറ്റിന്റെ വിഡ്ത്ത്, ഈ 3ഉം 4ഉം അത് നമുക്ക് സ്ട്രൈറ്റ് അവേ കണ്ടുപിടിക്കാം. സ്മോൾ ഡി നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് 5 ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്ത്ത് ഓഫ് ബക്കറ്റ് കിട്ടും. 1.2 ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ബക്കറ്റ് കിട്ടും. ഓക്കെ, സോ ജസ്റ്റ് എഴുതി പോവാം. Width of bucket equal to 5 into d, 5 into small d. Depth of bucket equal to 1.2. 1.2 into small d. Okay. So ആ രണ്ട് ആൻസേഴ്സ് നമുക്ക് അതിനകത്തുനിന്ന് സ്ട്രൈറ്റ് അവേ കിട്ടും. ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് നമ്പർ ഓഫ് ബക്കറ്റ്സും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. നമ്പർ ഓഫ് ബക്കറ്റ്സ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, number of buckets is equal to 15 plus capital D by 2 times small d. എല്ലാ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ക്യാപിറ്റൽ ഡി നമ്മുടെ കയ്യിലുണ്ട്, സ്മോൾ ഡി നമ്മുടെ കയ്യിലുണ്ട്. എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൻസറിലോട്ട് എത്തുക. ഓക്കെ, അപ്പം ഇതിനകത്തും എല്ലാം നമ്മൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വലിയ പാടുള്ള സംഭവങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. 1, 2, 3, 4, 5, 9. ഈ 9 ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക, ആൻസർ എല്ലാം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ശേഷം ഇന്ന് ഒരു 5 മണിക്ക് മുമ്പെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്തിരിക്കണം. ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് അപ്ലോഡ് ചെയ്ത് എനിക്ക് കാണണം. സോ അതിൽ കാണുന്ന കറക്റ്റായിട്ട് 5 മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറ്റൻഡൻസ് കൊടുക്കുന്നതായിരിക്കും. ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിനകത്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടൈമിൽ കറക്റ്റ് ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് തന്നെ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ടൈമിൽ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.